ദൃശ്യം 3 ഇന്നലെ പടം കണ്ട്, പക്ഷേ ഇടാൻ പറ്റിയിട്ടില്ല. ഐം സോ സോറി ഫോർ ദാറ്റ്. ഇതെൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. ഇത് കണ്ടിട്ട് എന്നെ പൊങ്കാലിടാനൊന്നും വരണ്ട. ദൃശ്യം ആ സീരീസിന് ഭയങ്കര രീതിയിൽ ഫാൻ ബേസ് ഉണ്ട്. ജിത്തു ജോസഫ് ആരാണ് എന്ന് കാണിച്ചു തന്ന ഒരു പടം കൂടെ തന്നെയാണ് ദൃശ്യം. പടം കൊള്ളാം, നല്ല പടം. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ തുടക്കം തൊട്ട് അവസാനം വരെ അത്രയും എൻഗേജിങ് ആയിട്ട് തന്നെ പടം പോയി. പടം ഓരോ ഇങ്ങനെ പ്ലോട്ടൊക്കെ പോകുന്നത്. അപ്പം ഓരോ സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും പടത്തിൻ്റെ എൻഗേജ്മെൻറ്റ് ഭയങ്കര രീതിയിൽ കൂടിക്കൊണ്ടുവരുന്നു. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ അത്രയും ത്രില്ലിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. എൻ്റെ ദൈവമേ, എന്താണ് സംഭവം, എന്താണ് ഇപ്പം നടക്കുക, അങ്ങനത്തെ ഒരു ആ ഒരു ത്രില്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് പടം തരുന്നുണ്ട്. അത്രയും നന്നായിട്ട് ജിത്തു ജോസഫ് അത് എടുത്തു വെച്ചിട്ടുമുണ്ട്. ലാലേട്ടൻ അത്രയും കിടിലമായിട്ട് പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാൻ പറ്റും മീനയൊക്കെ എന്തുകൊണ്ട് മീനയെ ആരും പറയുന്നില്ല എന്ന് തോന്നുന്നില്ല. കാരണം മീനയൊക്കെ ഫസ്റ്റ് തൊട്ട് ഈ തേർഡ് വരെ ആ ഒരേ വേവ് ലെന്തിൽ കറക്റ്റായിട്ട് ആ ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആരും പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു ക്യാരക്ടറുണ്ട്. പുള്ളിയൊക്കെ ഭയങ്കര ടെററായിട്ട് നിൽക്കണം ആ പുള്ളിയുടെ ഫേസിലൊക്കെ. കാരണം എന്തുകൊണ്ട് പുള്ളി മുന്നത്തെ പാട്ടിലൊന്നും വന്നില്ല എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. പുള്ളി ഇതിൽ വന്ന് പുള്ളിയുടെ ഒരു പീക്കായിരുന്നു. എനിക്ക് പുള്ളിയുടെ പേര് എടുത്ത് പറയുന്നില്ല, ഇങ്ങനെ സസ്പെൻസ് നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ട് പുള്ളി പറയുന്നില്ല. പക്ഷെ പുള്ളിയുടെ ആ ലുക്കും ആ ഒരു ടറ് ഫീലും, പുള്ളി സിഗരറ്റ് വലിക്കുന്ന സീനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് പുള്ളിയെ പേഴ്സണലി എടുത്ത് പറയുന്നില്ല, എങ്കിലും പുള്ളിയെ ഭയങ്കരമായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ പടം നൈസായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ദൃശ്യത്തിന് ഭയങ്കര രീതിയിൽ ഫാൻ ബേസ് ഉള്ളൊരു പടമാണ്. ഇവിടെ മാത്രമല്ല, ഓൾ വേൾഡ് ദൃശ്യത്തിന് ഇത്രയും ഫാൻ ബേസ് ഉണ്ട്. ഈ പടത്തിൻ്റെ ഒരു ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് സിനിമാറ്റോഗ്രഫിയാണ്. ദൃശ്യം ഫസ്റ്റ് ഇറങ്ങിയത് എപ്പോഴാണ്? 2013. ഇന്ന് 13 വർഷം കഴിയാണ്. അപ്പോൾ ഇതിൻ്റെ കഥ അങ്ങനത്തെ ലെവലിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ട് ആ കൊച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന സമയമാണെങ്കിൽ ഇന്ന് ആ കൊച്ചിൻ്റെ കല്യാണമാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അപ്പം ആ ലെവലുള്ള അപ്ഡേറ്റ് സിനിമയിൽ സ്റ്റോറിയിലും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എന്തുകൊണ്ട് സിനിമാറ്റോഗ്രഫിയിൽ മാറ്റം വരുന്നില്ല? നമ്മൾ ജിത്തു ജോസഫിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സിനിമാറ്റോഗ്രഫി ഒരു ഭയങ്കര സംഭവം തോന്നുന്നില്ല, ഫ്രെയിമൊക്കെ സാധാ ഫ്രെയിമായിട്ട് പുള്ളി പറയുന്നത് ഞാൻ നാട് അങ്ങനെയാണ്, നാട്ടിൻ്റെ ആ പാറ്റേൺ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് അന്ന് അങ്ങനെയായിരുന്നു, അന്ന് ആ നാടും ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും അതിൽ ആൾക്കാരും കാര്യങ്ങളും വണ്ടിയും വീടും ഒക്കെ മാറുമ്പോഴത്തേക്കും സിനിമാറ്റോഗ്രഫിയും ഫ്രെയിമിനും മാറ്റം വരാം. കാരണം ഇത് കാലം മാറി 13 വർഷമായിട്ട് ഫ്രെയിമുകൾക്ക് മാറ്റം വന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യം? ഇപ്പോൾ വീട്ടിൽ വാഴകളുടെ എണ്ണം മാറുന്നു, വീട്ടിൽ ഇതൊക്കെ മാറുന്നുണ്ടെങ്കിലും ഫ്രെയിം ഭയങ്കര ഡെഡ് ഫ്രെയിമാണ്. ആക്ച്വലി ഈ ആൾക്കാർ പറയുന്ന എനിക്ക് സീരിയൽ ഫ്രെയിം എന്നൊക്കെ പറയില്ല, ആ ഒരു ഫീൽ എനിക്ക് കിട്ടി. ഓക്കെ, വീടാണ്, സ്പേസ് ഇഷ്യൂസ്, അതൊന്നും ഒരു കാര്യമില്ല, അതിലൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത്രയും ടാലൻറ്റ് പയ്യന്മാർ കിടക്കുകയാണ്, അപ്പോഴത്തേക്കും അതിലൊരു വിഷയമില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, ദൃശ്യം ഫസ്റ്റിൻ്റെ സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ക്ലാസ് സാധനമാണ്. ഇന്നും ഈ നിമിഷം വരെ അത് ക്ലാസ്സാണ്. അതിൻ്റെ ഒരു കളർ സയൻസ് ആവട്ടെ, അതിൽ കൊടുത്തിരിക്കുന്ന ഫ്രെയിമുകളാവട്ടെ, അതിലാണ് ഏറ്റവും കൂടുതൽ വീടിൻ്റെ ഷോട്ടൊക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ വീടിൽ പല ആംഗിളിൽ നിന്നൊക്കെ കുറേ ഇഷ്ടം പോലെ ഫ്രെയിമുണ്ട്. ഇന്നും അതിൻ്റെ മാസ്റ്റർ പീസ് സാധനം ഈ ദൃശ്യം 2നും കിട്ടിയിട്ടില്ല. ഈ 13 വർഷത്തിന് ശേഷം വരുന്ന ദൃശ്യം 3ക്കും കിട്ടിയിട്ടില്ല. അതൊരു പരാജയമാണ്. ആ ഫ്രെയിമുകൾക്കൊരു ലൈഫില്ലാത്തത് പരാജയമാണ്. ലൈക്ക് ഒരു സ്റ്റഡി ഫ്രെയിമിലായാൽ പോലും ഒരു ഭയങ്കര സംഭവമായിട്ടുള്ള ലൈറ്റപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാ പരിപാടി. വി ഡോണ്ട് നീഡ് ദാറ്റ്. നിങ്ങൾ മറ്റേ തുടരുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും തുടരുവിൻ്റെ ഫ്രെയിമൊക്കെ എങ്ങനെയാണ് അളിയൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, അളിയൻ ആ ഇമ്പാക്റ്റ് എങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. ആ ഒരു സാധനം എനിക്കിതിൽ ഭയങ്കരമായിട്ട് മിസ്സായിട്ടുണ്ട്. സെക്കൻഡ് തേർഡ് വരുമ്പോഴത്തേക്കും സതീഷ് കുറുപ്പാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ മോശമൊന്നല്ല പറയുന്നത് സതീഷ് കുറുപ്പ്. പക്ഷേ ദൃശ്യം ഫസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവനാണ്. സുജിത്ത് പീക്കായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിമാണ്. അതിൽ ആ പോലീസ് സ്റ്റേഷൻ സീനൊക്കെ പുള്ളി എടുത്തു വെച്ചിരിക്കുന്ന രീതി, അല്ലെങ്കിൽ ആവട്ടെ ആ വീട് മാത്രം മതി, വീട്ടിൽ എത്രമാത്രം പല ആംഗിളിൽ നിന്ന് ആ പുള്ളി ഷോട്ട് എടുത്തിരിക്കുന്നത്, കുഞ്ഞു വീടായിരുന്ന സമയത്ത് ആ ലെവലിലെടുത്ത ഫ്രെയിമുകളൊക്കെ ആയിരുന്നു. അന്ന് കാരണം ഒരുപാട് വാഴത്തോപ്പും ഇല്ല, ഇന്നത്തെ വാഴത്തോപ്പും കൂടുതലുണ്ട്. പക്ഷേ ആ ഫ്രെയിം എനിക്ക് ദൃശ്യം 2ലും 3ലും മിസ്സായി. വി നീഡ് ദാറ്റ്. സുജിത് വാസുദേവൻ ചെയ്ത ആ മാജിക് ഫ്രെയിംസ് നമുക്കതിൽ മിസ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജിത്തു ജോസഫിൻ്റെ ഏറ്റവും മികച്ച 2 പടം എടുത്ത് നോക്കണമെങ്കിൽ അതിൽ ലൈക്ക് സിനിമാറ്റോഗ്രഫി ബേസ് നോക്കുകയാണെങ്കിൽ ടോപ്പ് മെമ്മറീസാണ്. എനിക്ക് മെമ്മറീസാണ് ഞാൻ ഭയങ്കര ഫാനായിട്ടുള്ളത്. ഫ്രെയിംസിലൊക്കെ വരുമ്പോഴത്തേക്കും അതും ചെയ്തിരിക്കുന്ന സുജിത്താണ്. ജിത്തു ജോസഫിൻ്റെ ഏറ്റവും മികച്ച ദൃശ്യം ഫസ്റ്റും മെമ്മറീസും ചെയ്തിരിക്കുന്ന സുജിത്താണ്. പിന്നെ പുള്ളി എന്തുകൊണ്ട് ഇതിൽ വന്നില്ല എന്നാണ് ഒരു ഡൗട്ട്. പുള്ളിയുടെ ഈ മിസ്സിങ് ഇതിൽ ഭയങ്കര രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ നെഗറ്റീവായിട്ട് തോന്നുന്ന ഒരേ ഒരു കാര്യം, സിനിമാറ്റോഗ്രഫി. എനിക്ക് സെക്കൻഡിലും ഭയങ്കര സിനിമാറ്റോഗ്രഫി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അതിലൊരുമാതിരി ഡെഡ് ഫ്രെയിംസാണ് എനിക്ക് ഫീൽ ചെയ്തത്. കളേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല. വി നീഡ് ദാറ്റ്. ലൈക്ക് എന്താ പറയുക, ജിത്തു ജോസ് പറയുന്ന പോലെ
ആ നാട് അങ്ങനെയാണ്, അതിൻ്റെ കളർ സയൻസ് ഒക്കെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സെക്കൻഡിലും തേർഡിലും ആ ഒരു ഫോൾട്ട് വന്നു? സെക്കൻഡിൽ ഫോൾട്ട് വന്ന അറിഞ്ഞപ്പോഴേ പുള്ളിക്ക് തേർഡിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിരുന്നു. പക്ഷെ അതിലും മാറ്റം വന്നില്ല. ആൻഡ് സ്റ്റിൽ ഞാൻ പറയുന്നു, ദൃശ്യം ഫസ്റ്റാണ് ഏറ്റവും മികച്ച ഇവരെ സീരീസിലെ സിനിമോറ്റോഗ്രഫി, കളർ സയൻസ്, സോങ്സ്, മ്യൂസിക്സ്, ഫ്രെയിംസ് എല്ലാം ദൃശ്യം ഫസ്റ്റാണ്. സെക്കൻഡ് സ്റ്റോറിയിലുണ്ടാവുന്നൊക്കെയാണ് ഓരോ കാര്യങ്ങളും. തേർഡ് വന്നപ്പോഴത്തേക്കും ദൃശ്യം ഫസ്റ്റിലെ കുറച്ച് സാധനങ്ങൾ, അതിൻ്റെ ഒരു പ്ലോട്ടിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വീണ്ടും ഇതിലിങ്ങോട്ട് ഇട്ടായിട്ട് തോന്നി. ബട്ട് സ്റ്റോറി ബേസിലാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. പിന്നെ ലാലേട്ടനെ പറ്റി പറയാൻ പറ്റില്ല. ലാലേട്ടൻ സെക്കൻഡിൽ എനിക്ക് ലാലേട്ടൻ ഒരു ഓക്കെ എന്നൊരു ഫീലായിരുന്നു. ഫസ്റ്റ് പുള്ളിയാണ്, പുള്ളിക്ക് ഉപരി വേറൊരു സാധനമില്ല. പുള്ളിയുടെ മെയിൻ കേസ് ഇങ്ങനെ അടിമേടിക്കുക അതൊക്കെയല്ല. എനിക്ക് പുള്ളിയും മറ്റേ മീനിയും തമ്മിലുള്ള കോംബോ ഉണ്ട്, റൂമിനകത്തൊക്കെ വെച്ചിട്ടുള്ളതും ആ ഒരു പ്രണയവും ആ സമയത്ത് പുള്ളിയുടെ നാണവും കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് പുള്ളിയുടെ പീക്കായിരുന്നു അതിൽ തോന്നിയത്. എന്നിട്ട് പുള്ളി പതുക്കെ ഇങ്ങനെ ചേഞ്ചായി ഭയങ്കരമായിട്ടൊരു ഇന്നസെൻ്റാണ്, പക്ഷേ ഉള്ളിലുള്ളൊരു ക്രിമിനലും കൂടെയാണ്. ക്രിമിനലല്ല, ഉള്ളിൽ ആ ഒരു കള്ളത്തരം ഇങ്ങനെ വച്ച് ഇന്നസെൻ്റായിട്ട് കാണിക്കുന്ന സീനുകളും അതൊക്കെ പുള്ളി ഫസ്റ്റിൽ അത്രയും പീക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് മേലെ ഒരു ഓപ്ഷൻ ഇല്ല. സെക്കൻഡ് വന്നപ്പോഴത്തേക്കും ലാലേട്ടൻ കുറച്ചുകൂടി സിമ്പിളായി, അല്ലെങ്കിൽ അതിലൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഒരു ഇതുമില്ല. തേർഡ് വരുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ സെക്കൻഡിനേക്കാളും ഗ്ലാമറായി. പിന്നെ സെക്കൻഡിനേക്കാളും നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് ഈ ക്യാരക്ടർ. എനിക്കതാ തോന്നിയത്. എനിക്ക് ഫസ്റ്റ് ലാലേട്ടൻ വെച്ച് നോക്കുമ്പം ദൃശ്യം ഫസ്റ്റ്, അത് കഴിഞ്ഞ് ദൃശ്യം 3, അത് കഴിഞ്ഞ് ദൃശ്യം സെക്കൻഡ്, ഇങ്ങനെയാണ് എൻ്റെ ഒരു മൈൻഡിൽ പോകുന്നത്. സിനിമാറ്റോഗ്രാഫി ദൃശ്യം ഫസ്റ്റും, അതിൽ വേറെ ഒരു ഡൗട്ടും ഇല്ല, സ്ക്രിപ്റ്റ് വൈസും ഒക്കെ. അപ്പം ഇതാണ് ഇതിലൊരു പോരായ്മ. ഒന്നെങ്കിൽ ജിത്തു ജോസഫ് ഇനി ഇതിൻ്റെ ഒരു അടുത്തൊരു പാർട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ക്യാരക്ടറിൽ സ്പേസും കാര്യങ്ങളും ഒക്കെ മാറുന്നു, സിറ്റുവേഷൻസൊക്കെ മാറുന്നു. ഡെഫിനറ്റ്ലി ലാലേട്ടൻ്റെ ക്യാരക്ടറും ചേഞ്ച് ആവും തീർച്ചയായും. നമ്മൾ മനുഷ്യന്മാരങ്ങനെയാണ്, നമ്മളും കുറേ വർഷങ്ങളാകുമ്പോഴത്തേക്കും സെയിം പാറ്റേണിൽ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളും പേഴ്സണലി മാറും. മാക്സിലൊക്കെ ഒരു സീനൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ കാണിച്ചു വയ്ക്കുന്നുണ്ട്. ഇനി പുള്ളിയെ പുള്ളിയുടെ വേറൊരു ക്യാരക്ടറായിരിക്കും ഈ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആൾ. ഇപ്പം നോർമലി ഇന്നസെൻ്റ് ആണ്, പക്ഷേ ചെയ്തു ഒരു തെറ്റിൻ്റെ പേരിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ ക്ലൈമാക്സ് എത്തുമ്പോൾ കാണിക്കും ഇത് ഇനി ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത സീരീസിൽ വരാൻ പോകുന്നത് വേറൊരു ജോർജ് കുട്ടി ആയിരിക്കും ജോർജ് കുട്ടിയാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പം അതിൽ വെച്ചാണ് പടം നിർത്തുന്നത്. അത് കിട്ടിയപ്പോഴത്തേക്കും ഒരു സ്ട്രൈക്ക് അടിച്ച്. അപ്പോൾ അടുത്ത് ഇനി വരുമ്പോഴത്തേക്കും എന്തായിരിക്കും പുള്ളി ചെയ്യാൻ പോകുന്നത്, പുള്ളിയുടെ ഒരു മാസ് ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെ ഒരു ഇത് തോന്നിയായിരുന്നു എനിക്ക്. ഈ പുള്ളിയില്ലേ മുരളി ഗോപി, പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ തീയാണ്. പുള്ളി ചുമ്മാ ഇരുന്ന് ഒരു സാധനം ഇങ്ങനെ അടിച്ചു വിടുന്നതേ ഉള്ളൂ, കത്തി കയറും. എനിക്ക് പുള്ളിയെ ഭയങ്കരമായിട്ട് ഫേവറാണ്. സോ ആക്ച്വലി ഇതാണ് എനിക്ക് ഈ പടത്തെ പറ്റിയിട്ടുള്ള ഒരു ഫ്ലോപ്പായിട്ട് തോന്നിയത്. ഈ ഫ്രെയിമിൽ നല്ല രീതിയിൽ മാറ്റിയിരുന്നെങ്കിൽ പടം വേറൊരു ലെവലിൽ പോയാൽ, എനിക്ക് ഒരു നെഗറ്റീവും കേൾക്കാത്ത ലെവലിൽ പടത്തിൻ്റെ റേഞ്ച് മാറിയേനെ. ഈ സിനിമാറ്റോഗ്രഫിയുടെ കേസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പടം പീക്ക് ലെവലാണ്. താങ്ക് യു സോ മച്ച്.